മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നാം ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഈ പുതിയ നിയമത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ രക്ഷാകര ദൗത്യത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാകണം. ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുമെന്ന് ദൈവവചനം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നാം മറ്റുള്ളവരിലേക്ക് ആ വചനത്തെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പിതാവായ ദൈവം ആകർഷിച്ചാലല്ലാതെ ഒരുവർക്കും ദൈവവചനത്തെ മനസ്സിലാക്കുവാനോ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനോ സാധ്യമല്ല. ശിഷ്യന്മാരെല്ലാം യേശു നൽകിയ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് നൽകുവാനും, സുവിശേഷത്തെ ആ കാലഘട്ടത്തിൽ പല രാജാക്കന്മാരും എതിർത്ത് ഈ ശിഷ്യന്മാരെ ഇതിൽ ഭൂരിഭാഗം വ്യക്തികളെയും രക്തസാക്ഷികളാക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ തൻ്റെ കുരിശുമെടുത്ത് അവൻ്റെ പിറകെ സഞ്ചരിക്കുക എന്നതാണ്. അതെ, നമ്മളുടെ ജീവിതത്തിലും എല്ലാം സുഖകരമാണെന്ന് നാം വിചാരിക്കേണ്ട. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ആനന്ദം നമുക്ക് ലഭിക്കില്ല. താൽക്കാലിക സന്തോഷങ്ങൾ മാത്രമേ ലഭിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവന് വേണ്ടി പരിശ്രമിക്കുക. ക്രിസ്തു എന്ന ഏകരക്ഷകനിലൂടെ നാം ആ ദിവ്യ ബലിയിലൂടെ, കാൽവരിക്കുന്നിലെ ബലിയുടെ അർപ്പണത്തിലൂടെ, പിതാവായ ദൈവത്തിനർപ്പിച്ച ബലിയുടെ യോഗ്യതയിലൂടെ നാം പങ്കാളികളാകുന്നു. അതിന് വിശുദ്ധമായ രീതിയിൽ നമ്മൾ ദിവ്യബലി പങ്കെടുക്കുവാനും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപാവരങ്ങളാൽ നാം സമ്പന്നരാകട്ടെ. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.